ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. വികസിത് ഭാരത് എന്ന ലക്ഷ്യത്തിലെത്താൻ രാജ്യത്തെ എല്ലാ വിഭാഗങ്ങളെയും ശാക്തീകരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിനുള്ള നന്ദി പ്രമേയ ചർച്ചയ്ക്ക് ലോക്സഭയിൽ പ്രധാനമന്ത്രി മറുപടി നൽകി. കേരളത്തെ നിക്ഷേപ കേന്ദ്രമാക്കാനുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ച് സംസ്ഥാന ബജറ്റ്. 2025 സംസ്ഥാനത്ത് അതിദാരിദ്ര്യമില്ലാതാക്കുമെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. കേരളം അപായകരമായ സ്ഥിതിയിലേക്ക് നീങ്ങുകയാണെന്ന സൂചനയാണ് സംസ്ഥാന ബജറ്റെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ധനകാര്യമന്ത്രി അവതരിപ്പിച്ചത് ബജറ്റല്ല, രാഷ്ട്രീയ പ്രസംഗം മാത്രമെന്ന് കേന്ദ്ര സഹമന്ത്രി വി. മുരളീധരൻ. തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് കുട്ടികളെ ഉപയോഗിക്കരുതെന്ന കർശന നിർദ്ദേശം പുറത്തിറക്കി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഝാർഖണ്ഡ് മുഖ്യമന്ത്രി ചമ്പായ് സോറന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിച്ചു. ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയ്ക്ക് ജയം. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച പാർലമെന്റിന്റെ ഇരുസഭകളിലും നടന്നു. ഒരു റിപ്പോർട്ട്. ലോക്സഭയിലും സംസ്ഥാന അസംബ്ലികളിലും വനിതാ സംവരണം ഉറപ്പാക്കിയതടക്കമുള്ള കേന്ദ്ര സർക്കാരിന്റെ സ്ത്രീ സൌഹൃദ നടപടികളെ ചർച്ചയിൽ പങ്കെടുത്ത ശിവസേന അംഗം ശ്രീരംഗ് അപ്പാബാറിനെ അഭിനന്ദിച്ചു. നരേന്ദ്രമോദി സർക്കാരിന്റെ കഴിഞ്ഞ 10 വർഷക്കാലം ജനക്ഷേമത്തിനായി നീക്കിവെച്ച കാലമായിരുന്നുവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ചർച്ചയിൽ പങ്കെടുത്ത ജനതാദൾ യുണൈറ്റഡ് എം.പി അലോക് കുമാർ സുമൻ G20 ഉച്ചകോടി വിജയകരമായി സംഘടിപ്പിച്ച ഭരണകൂടത്തെ അഭിനന്ദിച്ചു. എന്നാൽ രാഷ്ട്രീയത്തിൽ മതം കലർത്തിക്കൊണ്ട് ഒരു മതാധിഷ്ഠിത ഭരണവ്യവസ്ഥയിലേക്കാണ് രാജ്യം നടന്നെടുക്കുന്നതെന്ന് ചർച്ചയിൽ പങ്കെടുത്ത കോൺഗ്രസ് സംഘം ബെന്നി ബെഹനാൻ ആരോപിച്ചു. കഴിഞ്ഞ 9 വർഷം കൊണ്ട് 25 കോടി പേരെ ദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാനായി എന്ന സർക്കാർ വാദത്തെ തൃണമൂൽ അംഗം ശതാബ്ദി റോയ് ചോദ്യം ചെയ്തു. കഴിഞ്ഞ 10 വർഷത്തിനിടെ 16 എയിംസുകൾ സ്ഥാപിച്ചുവെന്ന് സർക്കാർ പറയുന്നുണ്ടെങ്കിലും അതിൽ ഒന്നുപോലും പൂർണ്ണമായി പ്രവർത്തന സജ്ജമായിട്ടില്ലെന്നും അവർ ആരോപിച്ചു. രാജ്യത്ത് വലിയ തോതിലുള്ള സാമ്പത്തിക അസമത്വം നിലനിൽക്കുന്നതായി രാജ്യസഭയിൽ നടന്ന ചർച്ചയിൽ പങ്കെടുത്ത തൃണമൂൽ കോൺഗ്രസ് സംഘം സുഖേന്ദു ശേഖർ റോയ് ആരോപിച്ചു. കഴിഞ്ഞ സമ്മേളനത്തിൽ അംഗങ്ങളെ അയോഗ്യരാക്കിയ സർക്കാർ നടപടിയെ ചോദ്യം ചെയ്ത അദ്ദേഹം ഇന്ത്യൻ പാർലമെന്ററി ജനാധിപത്യ ചരിത്രത്തിൽ ഇത്രയും കൂടുതൽ പേരെ അയോഗ്യരാക്കിയത് ഇതാദ്യമായാണെന്നും പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. സ്ത്രീകളുടെയും യുവാക്കളുടെയും കർഷകരുടെയും ദരിദ്രരുടെയും ശാക്തീകരണത്തിലൂടെ വികസിത് ഭാരത് എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ സാധിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാർലമെന്റിൽ ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് രാഷ്ട്രപതി നടത്തിയ പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചയ്ക്ക് ലോക്സഭയിൽ മറുപടി പറയുകയായിരുന്നു പ്രധാനമന്ത്രി. ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിന്റെ വേഗതയും വ്യാപ്തിയും ലോകം മുഴുവനും അംഗീകരിച്ചു കഴിഞ്ഞുവെന്ന് അദ്ദേഹം പറഞ്ഞു. NDA സർക്കാരിന്റെ അടുത്ത ഭരണത്തിൽ ഇന്ത്യ ലോകത്തിലെ 3ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ഭാരത് മജബൂत अर्थव्यवस्था को आज पूरी दुनिया सराह रही है, पूरी दुनिया उससे प्रभावित है और जब विश्व संकट से गुजर रहा है तब तो उनको और ज्यादा अच्छा लगता है. G20 समिट के अंदर सारे देश ने देखा है कि पूरा विश्व भारत के लिए क्या सोचता है, क्या कहता है, क्या आशा करता है और इन सारे 10 साल के कार्यकाल के अनुभव के आधार पर आज की मजबूत अर्थव्यवस्था को देखते हुए जिस तेज गति से भारत विकास कर रहा है उसकी बारीकियों को जानते हुए मैं विश्वास से कहता हूं और इसीलिए मैंने कहा है कि हमारे तीसरे टर्म में भारत दुनिया की तीसरी बड़ी आर्थिक ताकत बनेगा. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി രാജ്യം കൈവരിച്ച നേട്ടങ്ങൾ പ്രതിപക്ഷ പാർട്ടികൾ അവഗണിക്കുകയാണെന്നും രാഷ്ട്രീയത്തിലെ സ്വജനപക്ഷപാതം രാജ്യത്തിനാകെ ആശങ്കയുണ്ടാക്കുന്നതാണെന്നും ജനാധിപത്യത്തിന് അപകടമാണെന്നും പ്രധാനമന്ത്രി വിമർശിച്ചു. കേരളത്തെ നിക്ഷേപ കേന്ദ്രമാക്കുന്നത് ലക്ഷ്യമിട്ടുള്ള ബജറ്റാണ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ഇന്ന് അവതരിപ്പിച്ചത്. കൃഷി, വിദ്യാഭ്യാസം, ആരോഗ്യം, വ്യവസായം എന്നീ മേഖലകളിലെ ബജറ്റ് വിഹിതത്തിലും ശ്രദ്ധേയ വർധനയുണ്ട്. 2025 സംസ്ഥാനത്തെ അതിദാരിദ്ര്യം ഇല്ലാതാക്കുമെന്നും പ്രഖ്യാപനമുണ്ട്. സർക്കാർ ജീവനക്കാരുടെ DA കുടിശ്ശികയിൽ 1 ഗഡു ഏപ്രിലിലെ ശമ്പളത്തിൽ കൊടുക്കുമെന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചു. ജീവനക്കാർക്ക് പങ്കാളിത്ത പെൻഷന് പകരം ഇതര സംസ്ഥാനങ്ങളുടെ മാതൃകയിൽ പുതിയ പദ്ധതി നടപ്പാക്കും. ഇതിനായി പ്രത്യേക സമിതിയെ നിയോഗിക്കും. റബ്ബറിന്റെ താങ്ങുവില 10 രൂപ കൂട്ടുകയും ഭൂമിയുടെ ന്യായവില വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന് എക്സൈസ് തീരുവ ലിറ്ററിന് 10 രൂപയും ബജറ്റിൽ കൂട്ടി.
1,38,655 കോടി രൂപ വരവും 1,84,327 കോടി രൂപ ചിലവും പ്രതീക്ഷിക്കുന്നതാണ് ഈ സാമ്പത്തിക വർഷത്തെ കേരള ബജറ്റ്. റവന്യൂ കമ്മി 27,846 കോടിയും ധനക്കമ്മി 44,529 കോടിയുമാണ്. നികുതി വരുമാനത്തിൽ 7,845 കോടി രൂപയുടെയും നികുതിയേതര വരുമാനത്തിൽ 1,503 കോടി രൂപയുടെയും വർധനവ് ലക്ഷ്യമിടുന്നതായി ധനമന്ത്രി പറഞ്ഞു. കിഫ്ബി ഉൾപ്പെടെ മൂലധന നിക്ഷേപ മേഖലയിൽ 34,530 കോടിയുടെ വകയിരുത്തലുണ്ട്. ബജറ്റ് ചർച്ചയ്ക്കായി നിയമസഭ ഇനി ഈ മാസം 12-ന് ചേരും. നാളെ മുതൽ 11 വരെ സഭ ചേരില്ല. 12 മുതൽ 15 വരെയാണ് ബജറ്റ് ചർച്ച. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും സമഗ്രമാറ്റം കൊണ്ടുവരുമെന്ന് ധനമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. സ്കൂൾ കുട്ടികൾക്ക് പ്രത്യേക ആരോഗ്യ പദ്ധതി നടപ്പാക്കും. പൊതുവിദ്യാഭ്യാസ മേഖലയിൽ 1000 കോടിയുടെ വികസനം നടപ്പാക്കും. സംസ്ഥാന സ്വകാര്യ സർവകലാശാലകൾ ആരംഭിക്കാൻ അനുമതി നൽകുമെന്ന് ബജറ്റിൽ പ്രഖ്യാപനമുണ്ട്. ആരോഗ്യ മേഖലയ്ക്കും ബജറ്റ് ഊന്നൽ നൽകുന്നു. കേരളത്തെ മെഡിക്കൽ ഹബ്ബാക്കി മാറ്റും. മുതിർന്ന പൌരന്മാർക്കായി കൂടുതൽ കെയർ സെന്ററുകൾ തുടങ്ങുമെന്ന് ബജറ്റ് പ്രഖ്യാപനം. 5 ജില്ലകളിലായി 5 പുതിയ നഴ്സിംഗ് കോളേജുകൾ ആരംഭിക്കും. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്കായി 678.54 കോടി രൂപ അനുവദിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. കേരളം അപായകരമായ ധനസ്ഥിതിയിലേക്ക് കൂപ്പുകുത്തുമെന്ന സൂചകങ്ങളാണ് ബജറ്റിലുള്ളതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അഭിപ്രായപ്പെട്ടു. കാർഷിക മേഖലയെ പൂർണ്ണമായും നിരാശപ്പെടുത്തുന്നതാണ് ബജറ്റെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ കാലങ്ങളിൽ പ്രഖ്യാപിച്ച നടക്കാത്ത കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കുകയാണ് സംസ്ഥാന ബജറ്റിലെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ കുറ്റപ്പെടുത്തി. മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കാനും നികുതി പിരിവ് ഊർജിതമാക്കാനും കടം കുറയ്ക്കാനും എന്തു ചെയ്യുമെന്നത് യാഥാർത്ഥ്യത്തോടുകൂടി അവതരിപ്പിക്കുകയാണ് ചെയ്യേണ്ടിയിരുന്നതെന്നും ധനകാര്യമന്ത്രി അവതരിപ്പിച്ചത് ബജറ്റല്ല, മറിച്ച് രാഷ്ട്രീയ പ്രസംഗമാണെന്നും ശ്രീ മുരളീധരൻ ഡൽഹിയിൽ പറഞ്ഞു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് കുട്ടികളെ ഉപയോഗിക്കുന്നതിനെതിരെ കർശന നിർദ്ദേശങ്ങൾ പുറത്തിറക്കി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. റാലികൾ, മുദ്രാവാക്യ പ്രകടനങ്ങൾ, പോസ്റ്ററുകൾ, ലഘുലേഖകൾ എന്നിവയുടെ വിതരണം തുടങ്ങി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട യാതൊരു പ്രവർത്തനങ്ങളിലും കുട്ടികളെ പങ്കെടുപ്പിക്കരുത് എന്ന് രാഷ്ട്രീയ പാർട്ടികൾക്ക് കൃത്യമായ നിർദ്ദേശം നൽകി. കുട്ടികളെ കയ്യിൽ പിടിക്കുക, വാഹനങ്ങളിൽ കൊണ്ടുപോവുക, റാലികളിൽ പങ്കെടുപ്പിക്കുക തുടങ്ങി ഒരുതരം പ്രചാരണ നടപടികൾക്കും രാഷ്ട്രീയ നേതാക്കളോ സ്ഥാനാർത്ഥികളോ അവരെ ഉപയോഗിക്കരുതെന്നും കമ്മീഷൻ അറിയിച്ചു. എന്നാൽ മാതാപിതാക്കൾക്കൊപ്പമോ രക്ഷിതാവിനൊപ്പമോ എത്തുന്ന കുട്ടികൾ പാർട്ടികളാൽ നിയോഗിക്കപ്പെട്ടതല്ലെങ്കിൽ രാഷ്ട്രീയ നേതാവിന്റെ സമീപത്ത് നിൽക്കുന്നത് നിർദ്ദേശങ്ങളുടെ ലംഘനമല്ലെന്നും കമ്മീഷൻ വ്യക്തമാക്കി. ജാർഖണ്ഡ് മുഖ്യമന്ത്രി ചമ്പായ് സോറന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിച്ചു. 81 അംഗ സഭയിലെ 47 MLA-മാരുടെ പിന്തുണയോടെയാണ് ചമ്പായ് സോറൻ വിശ്വാസ വോട്ടെടുപ്പിൽ വിജയിച്ചത്. അഴിമതി കേസിൽ മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറനെ ED കസ്റ്റഡിയിലെത്തതിനെ തുടർന്നാണ് ചമ്പായ് സോറൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം സെക്രട്ടറിയായി സഞ്ജയ് ജാജു ഇന്ന് ചുമതലയേറ്റു. തെലങ്കാന കേഡറിൽ നിന്നുള്ള 1992 ബാച്ച് IAS ഉദ്യോഗസ്ഥനാണ്. ശ്രീ ജാജു 2018 മുതൽ 23 വരെ കേന്ദ്ര സർക്കാരിന്റെ അഡീഷണൽ സെക്രട്ടറിയായും 2014 ഒക്ടോബർ മുതൽ 18 മാർച്ച് വരെ നാഷണൽ ഹൈവേസ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ഡയറക്ടറായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. വിശാഖപട്ടണത്ത് നടന്ന ഇന്ത്യ-ഇംഗ്ലണ്ട് 2ാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് 106 റൺസിന്റെ ജയം. ഇംഗ്ലണ്ടിന്റെ 2ാം ഇന്നിംഗ്സിൽ ഇന്ത്യൻ സ്പിൻ ബൌളർ രവിചന്ദ്രൻ അശ്വിനും സീമർ ജസ്പ്രീത് ബുംറയും 3 വിക്കറ്റ് വീതം വീഴ്ത്തി. ഇന്ത്യ തങ്ങളുടെ 2ാം ഇന്നിംഗ്സിൽ 399 റൺസിന്റെ ലീഡ് നേടിയിരുന്നു. ലക്ഷ്യം പിന്തുടരുന്നതിനിടെ ഇന്ത്യയുടെ ശക്തമായ ബൌളിംഗിന് മുന്നിൽ ഇംഗ്ലണ്ടിന്റെ ബാറ്റിംഗ് നിര തകർന്നു. ഇതോടെ 5 മത്സരങ്ങളുടെ പരമ്പര 1-1 സമനിലയിലാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. വികസിത് ഭാരത് എന്ന ലക്ഷ്യത്തിലെത്താൻ രാജ്യത്തെ എല്ലാ വിഭാഗങ്ങളെയും ശാക്തീകരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിനുള്ള നന്ദിപ്രമേയ ചർച്ചയ്ക്ക് ലോക്സഭയിൽ പ്രധാനമന്ത്രി മറുപടി നൽകി. കേരളത്തെ നിക്ഷേപ കേന്ദ്രമാക്കാനുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ച് സംസ്ഥാന ബജറ്റ്. 2025-ൽ സംസ്ഥാനത്ത് അതിദാരിദ്ര്യം ഇല്ലാതാക്കുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. കേരളം അപായകരമായ സ്ഥിതിയിലേക്ക് നീങ്ങുകയാണെന്ന സൂചനയാണ് സംസ്ഥാന ബജറ്റെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ധനകാര്യമന്ത്രി അവതരിപ്പിച്ചത് ബജറ്റല്ല, രാഷ്ട്രീയ പ്രസംഗം മാത്രമെന്ന് കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ. തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് കുട്ടികളെ ഉപയോഗിക്കരുതെന്ന കർശന നിർദ്ദേശം പുറത്തിറക്കി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ജാർഖണ്ഡ് മുഖ്യമന്ത്രി ചമ്പായ് സോറന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിച്ചു.
ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയ്ക്ക് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.